പുതിയ മലയാള സിനിമയായ സുഖമാണോ സുഖമാണോ എന്നെക്കുറിച്ചുള്ള ഒരു ബ്രീഫാണിത്. ഒറ്റപ്പെടൽ എന്നൊരു സീരിയസ് വിഷയത്തെ ഒരു ഫാന്റസി കോമഡിയിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരു പരീക്ഷണ ചിത്രമാണിത്. അപ്പൊ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇതിന്റെ കോൺസെപ്റ്റ്, അതായത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന തിയോ എന്നൊരാൾ മരിച്ചവരുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ തിയോയുടെ ആ ഏകാന്തതയും ഈ ഒരു കഴിവും തമ്മിൽ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്നതിൽ തിരക്കഥ അങ്ങ് പരാജയപ്പെട്ടു പോയി. അതോടെ സിനിമയുടെ ആ ഒരു പ്രധാന ഐഡിയ തന്നെ ദുർബലമായി. രണ്ടാമതായി ആക്ടിംഗ്. നായകനായി എത്തിയ മാത്യു തോമസിന് തിയോ എന്ന ആ കോംപ്ലക്സ് കഥാപാത്രത്തോട് 100% നീതി പുലർത്താൻ പറ്റിയോ എന്ന് സംശയമാണ്. ജഗദീഷിന്റെ കഥാപാത്രത്തിന് നല്ലൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നെങ്കിലും എഴുത്തിലെ ഒരു ബലക്കുറവ് കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഒരു ആവറേജിൽ ഒതുങ്ങി. പക്ഷേ ദേവിക സഞ്ജയ് തന്റെ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവസാനമായി സിനിമയുടെ മറ്റ് ഘടകങ്ങൾ. സിനിമയിലെ കോമഡി ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ സ്ഫടികം ജോർജും നോബിയും പോലെയുള്ളവരുടെ പ്രകടനമാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലൈമാക്സ് ആണ്. അതുവരെ ബിൽഡ് ചെയ്ത കഥയ്ക്ക് ഒട്ടും തൃപ്തികരമല്ലാത്ത, വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അവസാനമാണ് സിനിമ കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ആശയം കയ്യിലുണ്ടായിട്ടും കെട്ടുറപ്പില്ലാത്ത തിരക്കഥയും ചില കാസ്റ്റിംഗ് പാളിച്ചുകളും കാരണം അതൊന്നും ശരിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയൊരു സിനിമയാണിത്.